Hi dears. അപ്പോൾ നമ്മൾ ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ് ഇനി വരാനുള്ളത്. അത് ജൂൺ 2-നാണ് അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ട്രയൽ അലോട്ട്മെന്റിൽ ഓൾറെഡി നമുക്ക് ഏത് സ്കൂളാണ് കിട്ടാൻ ചാൻസ് ഉള്ളത് എന്നതിനെ പറ്റി ഏറെക്കുറെ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. മേ ബി ചിലവർക്ക് ട്രയൽ അലോട്ട്മെന്റിൽ സ്കൂൾസ് ഒന്നും അലോട്ട് ചെയ്തിട്ടില്ല എന്നും ഇരിക്കാം. എന്നാലും നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ് അതിന്റെ ഫൈനൽ ഒരു കൺഫർമേഷൻ ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഏത് സ്കൂളിലേക്കാണ് നമുക്ക് ഫൈനലി കിട്ടുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്? ഫസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് ഒരു സ്കൂൾ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അതിന് മുകളിലേക്ക് ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടെന്ന് അറിയാം. ആ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിരിക്കുന്നത് നോക്കാം. ഇനി ആ സ്കൂൾ തന്നെയാണ് നിങ്ങൾക്ക് ഓക്കെ എങ്കിൽ, അവിടെ തന്നെയാണ് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുമായിട്ട് ആ സ്കൂളിൽ ചെല്ലുക. ഫീസ് അടച്ചിട്ട് അത് പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി പറഞ്ഞ ദിവസത്തിനകത്ത് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നതായിട്ടായിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കുക. പിന്നീട് ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല. സോ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഇനി നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളല്ല നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ കിട്ടിയിരിക്കുന്ന സ്കൂളിൽ ചെന്ന് നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുക്കണം. ടെമ്പററി അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് അവിടുത്തെ പ്രിൻസിപ്പലിന് മുന്നിൽ നമ്മൾ ഹാജരാക്കേണ്ടതാണ്. പക്ഷേ അവിടെ ഫീസ് അടക്കേണ്ട ആവശ്യം വരുന്നില്ല. ടെമ്പററി അഡ്മിഷൻ മാത്രമാണ് നമ്മൾ അവിടെ എടുക്കുന്നത്. ഇനി ആപ്ലിക്കേഷൻ്റെ കൂടെ നിങ്ങൾ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ അവിടെ ഹാജരാക്കേണ്ടതുണ്ട്. ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് വേണം അവിടെ നമ്മൾ ഹാജരാക്കാനായിട്ട്. ഫോർ എക്സാമ്പിൾ NCC, സ്പോർട്സ് അല്ലെങ്കിൽ JRC ഇത്തരത്തിലുള്ള ഓർഗനൈസേഷനിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ അവിടെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഇനി നിലവിൽ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ഒരു 5th ഓപ്ഷൻ ആണെന്ന് വിചാരിക്കുക. ആ 5th ഓപ്ഷനിൽ സ്കൂളിൽ നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾ അവിടെ തന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് അടച്ച് അവിടെ പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യും. അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്യാനുള്ള അപേക്ഷ ആ സ്കൂളിൽ തന്നെ അവിടുത്തെ അധികൃതരെ നിങ്ങൾ അറിയിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ആ ഫുൾ ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്ത് നിങ്ങൾ ആ സ്കൂളിൽ പെർമനന്റ് സ്റ്റുഡൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് കൂടെ തന്നെ ഏത് ദിവസങ്ങളിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ചെല്ലേണ്ടത് എന്നതിനെ പറ്റിയുള്ള ഡേറ്റ്സും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതേ ദിവസം തന്നെ നിങ്ങൾ രക്ഷിതാവിനെയും കൂട്ടി അസൽ സർട്ടിഫിക്കറ്റ്സുമായിട്ട് ആ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ ദിവസങ്ങളിൽ ചെന്നിട്ടില്ലെങ്കിൽ പിന്നീട് ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കില്ല. ഇനി ഈ പ്രവേശന പ്രക്രിയ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സ്കൂൾ മാറ്റങ്ങളും അതേപോലെ തന്നെ മെറിറ്റ് സീറ്റിലേക്കുള്ള അഡ്മിഷനും കാര്യങ്ങളെല്ലാം ഈ ഏകജാല സംവിധാനം വഴി മാത്രമായിരിക്കും. ഇത്തരത്തിൽ ഓരോ അലോട്ട്മെന്റിലും പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളുടെ പ്രവേശന വിവരങ്ങൾ, സെക്കൻഡ് ലാംഗ്വേജ്, അതേപോലെ തന്നെ അഡ്മിഷൻ സ്റ്റാറ്റസ്, നിങ്ങൾ ടെമ്പററി ആയിട്ടാണോ പെർമനന്റ് ആയിട്ടാണോ അവിടെ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്, ഈ വിവരങ്ങളെല്ലാതും സ്കൂൾ അധികൃതർ തന്നെ ഓൺലൈനായിട്ട് രേഖപ്പെടുത്തുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾ വിവരങ്ങൾ രേഖപ്പെടുത്തിയാൽ മാത്രമേ ആ സ്കൂളിന്റെ പ്രവേശന ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുകയുള്ളൂ. സോ ജൂൺ 2 നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നതിന് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഇപ്പോൾ തന്നെ അതിലേക്ക് വേണ്ട സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചോളാം. പെട്ടെന്ന് തന്നെ നമുക്ക് അഡ്മിഷൻ പ്രോസസ്സ് തീരുന്നതായിരിക്കും. കാരണം ജൂൺ 10 സെക്കൻഡ് അലോട്ട്മെന്റ് വരും. അപ്പോൾ അതിനു മുന്നേ ഇവിടെ അപ്ഡേഷൻസ് കാര്യങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് അലോട്ട്മെന്റിൽ സ്കൂൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തന്നെ പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യുക ആൻഡ് ഹയർ ഓപ്ഷൻസ് റദ്ദാക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. അതേപോലെ തന്നെ ഇനി നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളെല്ലാം കിട്ടിയിരിക്കുന്നതെങ്കിൽ ഹയർ ഓപ്ഷൻസിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളെല്ലാം നിങ്ങൾ കിട്ടിയിരിക്കുന്നെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് ഉണ്ട്, തേർഡ് അലോട്ട്മെന്റ് ഉണ്ട് ആൻഡ് സപ്ലിമെന്ററി അഡ്മിഷൻ ഉണ്ട്, സ്പോട്ട് അഡ്മിഷൻ ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇനിയും പ്രോസസ്സായിട്ട് വരാനുള്ളത്. ജൂൺ 18 നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് മുന്നേ തന്നെ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റിലേക്കുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ഇപ്പോഴേ സെറ്റാക്കുക. ഇതുപോലുള്ള അലോട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ട് ഡീറ്റെയിൽസും അതേപോലെ തന്നെ ക്ലാസ്, ചാപ്റ്റേഴ്സ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.